മേഘങ്ങൾക്ക് നടുവിൽ മേഘങ്ങളെ സ്പർശിച്ചുകൊണ്ട് പ്രത്യേകമായ ഒരു ജീവിതാവസ്ഥ അറിയാം. അതായിരുന്നു ദുലിക്കയിലെ ഞങ്ങളുടെ താമസത്തിൻ്റെ വിശേഷം. മനോഹരമായൊരു പ്രദേശം. എത്ര മലനിരകളാണ്. അന്നപൂർണ മലനിരകളൊക്കെ നമുക്ക് തെളിഞ്ഞു കാണാം. പ്രഭാതങ്ങളിൽ സൂര്യൻ ഉദിച്ചുയരുന്നത് അപൂർവമായൊരു കാഴ്ചയാണ്. കാരണം മഞ്ഞ് മൂടിയിട്ടാവും എല്ലാ ദിവസങ്ങളും. എങ്കിലും സൂര്യ തേജസ്സിനെ കണ്ടുകൊണ്ട് ഒരു മഴക്കാലമാണ് എന്ന് ഭയന്നിടത്ത് ഞങ്ങൾക്ക് ദുലിക്കയിൽ കാണാനായത് തേജസ്സോടു കൂടി സൂര്യൻ ഉയർന്നു നിൽക്കുന്നത് തന്നെയാണ്. ഞങ്ങളെത്തിയ ആദ്യത്തെ ദിവസം സൂര്യ തേജസ് നന്നായി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം ആകെ മഞ്ഞ് മൂടിയിട്ടായിരുന്നു. ആ ദിവസം മുഴുവനും മഞ്ഞ് മൂടിയിട്ടായിരുന്നു. ദുലിക്കയിലെ ആ ദിവസങ്ങൾ, ദുലിക്കയിൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദുലി എന്നാൽ പുലിയാണെന്നും പുലി ഇറങ്ങുന്ന, പുലിയെ നായാടുന്ന, പുലിയോളം ധൈര്യമുള്ള രാജാക്കന്മാരുടെ ദേശം എന്നുമൊക്കെ അർത്ഥം വരുന്ന രീതിയിലാണ് ദുലിക്കയിൽ എന്നുള്ള നാമം ഇട്ടിട്ടുള്ളതെന്നാണ്. എന്നാൽ ഇതല്ലാതെ മറ്റൊരു പേര് കൂടിയുണ്ട് ഇവിടെ. ധവളശ്രോതപുരം എന്നുകൂടി ഇത് അറിയപ്പെടാറുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദുലി എന്ന വാക്കിന് തൈര് എന്നും അർത്ഥമുണ്ടത്രേ മേവാരി ഭാഷയിൽ. അപ്പോൾ ആ തൈര് പോലെ ഇങ്ങനെ ഉറഞ്ഞു കിടന്ന്, മേഘങ്ങൾ ഉറഞ്ഞു കിടന്ന് തൈര് പോലെ തോന്നിക്കുന്നൊരു പ്രദേശം, അതാണ് ദുലിക്കൽ. ശരിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. മേഘങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച, അതിഗംഭീരമായ കാഴ്ച. എത്ര നാൾ വേണമെങ്കിലും അവിടെ താമസിക്കാമെന്ന് തോന്നും. അത്ര സ്വസ്ഥമായ ഒരു പ്രദേശം, അത്ര മനോഹരമായൊരു താമസം, ഭക്ഷണം ഒക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഹിമാലയൻ ദൃശ്യം. പലപ്പോഴും മനസ്സാഗ്രഹിച്ചു കൈലാസയാത്ര അല്ലാത്ത സമയങ്ങളിലും നേപ്പാളിൽ പോയാൽ ഇവിടെ പോയി ഒന്ന് താമസിക്കണം. ഈ റിസോർട്ടിൽ താമസിച്ച് കുറേ ദിവസം നമ്മളുടെ ആ സാധനാ സമ്പ്രദായമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ധ്യാനവും പ്രാർത്ഥനകളും ഒക്കെയായി മറ്റ് യാത്രകളൊന്നുമില്ലാതെ അവിടെ താമസിക്കണം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അത്ര വിശേഷമായിരുന്നു അവിടുത്തെ ദിവസങ്ങൾ. മഹാകൈലാസത്തിലേക്കുള്ള പ്രയാണത്തിൽ ഓരോ മനസ്സും ഒരൊറ്റ ശക്തിയായി നിന്നുകൊണ്ട് പ്രാർത്ഥനകളോട് കൂടിയിട്ടുള്ള സഞ്ചാരത്തിൽ ഞങ്ങൾ ദുലിക്കയിൽ എന്ന മനോഹരമായ ഭൂമികയെ അറിഞ്ഞുകൊണ്ട് ഒരു പ്രഭാതത്തിൽ ഗണപതി ഹോമത്തിനായി തയ്യാറായി. ഗണപതി ഹോമം നടത്തുവാൻ നിശ്ചയിച്ചത് നന്നേ പ്രഭാതത്തിലാണ്. പക്ഷെ മഞ്ഞ് മൂടിയിട്ട്, കോടമഞ്ഞ് കൊണ്ട് പരസ്പരം പോലും കാണാനാകാത്തൊരവസ്ഥയിലായിരുന്നു അന്നത്തെ ദിവസം ദുലിക്കയിലുണ്ടായിരുന്നത്. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. എന്നാലും അതൊന്നും തടസ്സമാക്കാതെ ഞങ്ങൾ ഗണപതി ഹോമത്തിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തി. ശ്രീ ഗോപൻ തിരുമേനി, മോക്ഷയുടെ തന്നെ ആത്മബന്ധുവായ ഗോപൻ തിരുമേനി, അദ്ദേഹത്തെയാണ് പൂജകളുടെ എല്ലാ മേൽനോട്ടവും ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ മോക്ഷയുടെ സംഘത്തിലെ അംഗമായ ആത്മബന്ധുവായ ഗോപൻ തിരുമേനി ഗണപതി ഹോമത്തിന് വേണ്ടുന്ന എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. എന്നാൽ ഇത്തവണ ഞങ്ങളുടെ യാത്രയുടെ തന്നെ ഭാഗമായിരുന്ന ശ്രീ നരേന്ദ്രൻജി, അദ്ദേഹവും പൂജാതി കാര്യങ്ങളിൽ നല്ല പ്രാവീണ്യം നേടിയിട്ടുള്ള ആളായതുകൊണ്ട് അദ്ദേഹവും ഇതിനോടൊപ്പം ചേരുകയും ചെയ്തു. ഇരുവരും ചേർന്നാണ് പൂജകൾക്ക് വേണ്ടുന്ന തയ്യാറെടുപ്പുകളെല്ലാം നടത്തിയത്. മഞ്ഞോ അല്ലെങ്കിൽ തണുപ്പോ ആ പ്രഭാതത്തിലെ ആ അന്തരീക്ഷങ്ങളോ ഒന്നും തടസ്സമാക്കാതെ ഗണപതി ഹോമത്തിന് വേണ്ടി ഒരുങ്ങിയപ്പോൾ ഗണപതി ഹോമത്തിനോടൊപ്പം തന്നെ രുദ്രം ജപിക്കുവാനും അതുപോലെ തന്നെ പ്രാർത്ഥനകളോടുകൂടി ഉണരുവാനും ഒക്കെ ഞങ്ങളോടൊപ്പം തന്നെ യോഗ ആചാര്യൻ, അതുപോലെ തന്നെ ശ്രീരുദ്രം ജപിച്ച് ആ വേദമന്ത്രങ്ങൾ ജപിച്ച് പഠിച്ച് അത് തന്നെ നിത്യവും നിഷ്ഠയോടുകൂടി ജപിക്കുന്നവർ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നുണ്ട്. ശരിക്കും ആ സംഘം എന്ന് പറയുന്നത്
ഒരു സത്സംഗം എന്ന് പറയുന്നത് എത്ര വിശേഷമാണ്. ഞങ്ങളുടെ യാത്രയിൽ പങ്കെടുത്ത ഓരോരുത്തരും വിശേഷപ്പെട്ടവർ തന്നെയാണ്. ഓരോരുത്തരും വിശേഷാൽ തന്നെ ഇത് ആഗ്രഹിക്കുകയും വിശേഷാൽ തന്നെ ഗ്രഹിച്ച് ഇവിടേക്ക് വരികയും ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പങ്കാളിത്തം ആ ഓരോ കാര്യങ്ങളിലും വ്യക്തമായും ശക്തമായും ഉണ്ടായിരുന്നു. അതിവിശേഷമായിരുന്നു ഗണപതി ഹോമം. ജപങ്ങളാലും പ്രാർത്ഥനകളാലും സമർപ്പണത്താലും ഒക്കെ വിശേഷമായിരുന്നു. ആ ഗണപതി ഹോമം കഴിഞ്ഞപ്പോൾ തന്നെ തിരുമേനി നമ്മളോട് പറയുകയും ചെയ്തു, എല്ലാം ഭംഗിയായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, തടസ്സങ്ങൾ ഏതും വന്നിട്ടില്ല എന്ന്. അന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശം ലഭിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വിസയുടെ അനുമതി ലഭിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് വരുന്നതിൻ്റെ അന്ന് ഗണപതി ഹോമം നടത്തിയതിൻ്റെ അടുത്ത ദിവസം കൈലാസ യാത്രയ്ക്കായി പുറപ്പെടാമെന്ന്. അങ്ങനെ ഏറ്റവും സന്തോഷത്തോടു കൂടിയായിരുന്നു അന്നത്തെ സത്സംഗം. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ദീപം തെളിയിച്ച് സർവ്വശക്തികളെയും വിളിച്ച് ദീപമയമായ തീക്ഷ്ണമായ ധ്യാനത്തിലൂടെയായിരുന്നു അന്നത്തെ സത്സംഗം. അടുത്ത ദിവസം പ്രഭാതത്തിൽ ദുലിക്കേലിൻ്റെ തന്നെ കാവലാളായി കരുതുന്ന ശ്വേത ഭൈരവനെ അറിയുവാൻ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുകയും ശ്വേത ഭൈരവനെ തിരഞ്ഞ് ഞങ്ങളൊരു യാത്ര പോവുകയും ചെയ്തു. അന്നത്തെ ദിവസവും ഇതുപോലെയായിരുന്നു. എല്ലാവരും പലതായി തിരിഞ്ഞു. അവിടെ വളരെയേറെ പടിക്കെട്ടുകൾ കയറി പോകാനുള്ളൊരു കാളീ ക്ഷേത്രം ഉണ്ടായിരുന്നു. അധികം പേരും അങ്ങോട്ടേക്കാണ് പോയത്, കാളീ ക്ഷേത്രത്തിലേക്കാണ് പോയത്. പക്ഷേ നമ്മുടെ ഈ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ദുലിക്കേലുമായി ബന്ധപ്പെട്ടൊരു കാര്യങ്ങൾ പറയുക, ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിക്കുക എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേർ മാത്രം, 2-3 പേർ മാത്രം നേരെ പോയത് ഈ ശ്വേത ഭൈരവനെ കുടിയിരുത്തിയിരിക്കുന്ന പ്രദേശമുണ്ടോ എന്നറിയാനാണ്. അങ്ങനെ ഞങ്ങളൊരു ക്ഷേത്രത്തിലെത്തി. അവിടെ വിഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ദുലിക്കേലിൻ്റെ ചൈതന്യമായി നിൽക്കുന്ന ശ്വേത ഭൈരവ ചൈതന്യത്തെ ഞങ്ങൾ അറിയുക തന്നെ ചെയ്തു. ശ്വേതഭൈരവ ദർശനം കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ ഒരു ഭഗവതിയാണ് ക്ഷണിച്ചത്. ദുലിക്കേലിൻ്റെ മുഴുവൻ ചൈതന്യമായി നിൽക്കുന്ന, ആ ദേശത്തിൻ്റെ മുഴുവൻ നാഥയായി നിൽക്കുന്ന, എന്നാൽ അതേസമയം ഭൈരവമൂർത്തിയെ വ്യത്യസ്തമായ തലത്തിൽ ഒരു ചൈതന്യമായി സൂക്ഷിക്കുന്ന ഒരു ക്ഷേത്രഭൂമി. അവിടേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. ഹിമവൽ സാനുക്കളിലെ ഓരോ ദിവസവും അർത്ഥമേറിയതാവുകയാണ്. ദുലിക്കേൽ എന്ന ഗ്രാമത്തിൽ എന്താണ് കാണാനുള്ളത് എന്ന അന്വേഷണം നിത്യവും നടത്തിക്കൊണ്ടേയിരിക്കുന്ന ഞങ്ങൾ പല സംഘങ്ങളായി തിരിഞ്ഞ് പല ക്ഷേത്രങ്ങളിലേക്കാണ് പോയത്. അതിൽ പെട്ടെന്നൊരു ദിവസമാണ് ചണ്ഡേശ്വരി എന്ന സാന്നിധ്യം ഇവിടെ ശക്തമായിട്ട് ഉപാസിക്കാറുണ്ടെന്ന് മനസ്സിലാക്കിയത്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് 4 കിലോമീറ്റർ മാത്രം അകലെയുള്ള ചണ്ഡേശ്വരി ക്ഷേത്രത്തിലെത്തുമ്പോൾ ഈ ഒരു കവാടമാണ് ആദ്യം കാണുന്നത്. 4 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ എങ്കിലും ഒരു വഴികളൊക്കെ ആകെ മോശമായതുകൊണ്ട് കുറച്ച് സമയം കൂടുതലെടുത്തു. എന്നാലും വന്ന് കയറുമ്പോൾ തന്നെ കാണുന്നത് ജലശായി വിഷ്ണു ക്ഷേത്രത്തിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ ശയന വിഷ്ണു ഇവിടെയും അതുപോലെ തന്നെ നാഗസ്വരൂപത്തിന് മുകളിൽ നാഗത്തിന് മേൽ ശയിക്കുന്ന രീതിയിൽ തൊട്ടരികിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയും അതിൻ്റെ തീരത്തെ ആ വിഷ്ണുവിൻ്റെ ശയനവും ഒക്കെ കണ്ട് പിന്നീട് നമ്മൾ ചണ്ഡേശ്വരി ക്ഷേത്രത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ചണ്ഡേശ്വരി ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിയിൽ തന്നെ ആ ഒരു പുരാതനമായ ഒരുപാട് നിർമ്മിതികൾ കാണാം. ഈ ഒരു പല കാലഘട്ടങ്ങളിലെ നിർമ്മാണങ്ങളുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടെങ്കിലും പുരാതനമായ ക്ഷേത്രമാണിത്. 17-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം ഏറ്റവും പുതുതായി നിർമ്മിക്കപ്പെട്ടത്. പക്ഷേ 2015 ഭൂചലനത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ പ്രദേശത്തൊക്കെ വന്നിട്ടുണ്ട്. ദുലിക്കേലിലൊരു പഴയ പട്ടണമൊക്കെ നമുക്ക് കാണാനുണ്ടായിരുന്നു പണ്ട്. പക്ഷേ ഈ ഭൂചലനങ്ങൾ, തുടർച്ചയായി ഉണ്ടാകുന്ന ഭൂചലനങ്ങൾ കാരണം പലതും നശിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പുതുതായുള്ള ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ടാണ് കാണാനുള്ളത്. ഏതായാലും പാടമൊക്കെ ഇന്നും ബാക്കിയാണ്, കൃഷിപ്പാടങ്ങളൊക്കെ ബാക്കിയാണ്. ആ വഴിയിലൂടെ വന്ന് ജലശായിയായ വിഷ്ണുവിനെ ബൈൽ നാരായണൻ എന്ന നാമത്തിൽ കണ്ടുകൊണ്ട് ചണ്ഡേശ്വരി ക്ഷേത്രത്തിന് തിരുമുന്നിലെത്താണ്. ഇതിനകത്ത് നമുക്ക് എന്ത് അത്ഭുതമാണ് കാണാനുള്ളതെന്ന് നോക്കാം. ഭഗവതി ചണ്ഡാസുരനെ നിഗ്രഹിച്ച പ്രദേശമാണ് ഇത് എന്നുള്ള ഐതിഹ്യത്തെ അറിഞ്ഞുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാം.
ചണ്ഡീശ്വരിയെ ദർശിക്കുവാനായി ചണ്ഡീശ്വരി ക്ഷേത്രഭൂമിയിൽ എത്തിയ നമുക്ക് ശ്രീകോവിലിനകത്ത് വിസ്മയം ജനിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണാനുള്ളത്. അകത്തെ നടുമുറ്റവും ഇവിടുത്തെ തൂണുകളും തൂണുകൾക്ക് മേലെ സിംഹരൂപവും വ്യാഘ്രരൂപവും മയിലിന്റെ രൂപവും ഒക്കെ അത്ഭുതം ജനിപ്പിക്കുന്നതാണ്. എന്നാൽ ഏറ്റവും നമ്മളെ വിസ്മയിപ്പിക്കുന്നത് ശ്രീകോവിലിനകത്തേക്ക് കയറുമ്പോഴാണ്. ഈ ക്ഷേത്രം ഏറ്റവും പുതുതായി നിർമ്മിച്ചത് 17-ാം നൂറ്റാണ്ടിലാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ അത്രയും പഴക്കമൊന്നുമല്ല ഉള്ളത് എന്ന് അകത്തേക്ക് കയറുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അകത്തേക്ക് കയറുമ്പോൾ ശരിക്കും മാ കാമാഖ്യ ക്ഷേത്രത്തിലെ ആ മനോഭവ ഗുഹയ്ക്കുള്ളിൽ കയറുമ്പോൾ എന്ത് അനുഭവമാണ് നമുക്കുണ്ടാവുന്നത്? അതുപോലെ ഒരു ഗുഹയ്ക്കുള്ളിൽ കയറുന്നത് പോലെ ശരിക്കും ഒരു അമ്മ എന്നുള്ള ഭാവം, അല്ലെങ്കിൽ പല മന്ത്രങ്ങൾ. ഞങ്ങൾ അകത്തേക്ക് കയറുമ്പോൾ കുറച്ച് തിബറ്റൻ സന്യാസിമാരായിരുന്നു മന്ത്രങ്ങൾ ജപിക്കുകയായിരുന്നു. മന്ത്രത്തിന്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല എങ്കിലും മന്ത്രത്തിന്റെ ശബ്ദങ്ങളുടെ തരംഗം ആ പ്രദേശത്തെ ഒന്ന് വല്ലാതെ ഇങ്ങനെ ഉലയ്ക്കുന്നുണ്ടായിരുന്നു. നേരെ തന്നെ നമുക്ക് കാണാനാകുന്നത് ചണ്ഡീദേവിയുടെ വിഗ്രഹമാണ്. ആ വിഗ്രഹമാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാശിയിൽ പോകുമ്പോൾ സങ്കടമോചന ഹനുമാൻ ക്ഷേത്രത്തിൽ ഹനുമാന്റെ വിഗ്രഹം കാണുമല്ലോ, സമാനമായ രീതിയിലാണ് 2 കണ്ണുകളും തൃക്കണ്ണുകളോടും കൂടിയിട്ടുള്ള ദേവിയുടെ വിഗ്രഹം ഉള്ളത്. ഒരു ചെറിയൊരു മുഖം, ഒരു പ്രത്യേക ആകൃതിയുള്ള മുഖം മാത്രമേ ഉള്ളൂ, ഓറഞ്ച് നിറമാണ് ഉള്ളത്. അതിന്റെ മറ്റൊരു വശത്തായിട്ട് ശീതളാദേവി ഇരിപ്പുണ്ട്. ചണ്ഡീദേവി ഇരിക്കുന്നതിനും ശീതളാദേവി ഇരിക്കുന്നതിനും അകത്തായി ഒരു ഗുഹ പോലുള്ള പ്രദേശത്ത് ഹനുമാൻ ശരിക്കും ഒരു വാനര രൂപത്തിൽ, ഹനുമാൻ എന്ന് നമുക്ക് പറയാനാവില്ല, പക്ഷെ വാനര രൂപം. അവർ പറഞ്ഞു അത് ആഞ്ജനേയനാണ് എന്ന്. പിന്നെ ശിരസില്ലാത്ത നിരവധി സ്ത്രീ രൂപങ്ങൾ. ആ രൂപങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലേക്കൊരു നിഗൂഢമായ ഒരു ചൈതന്യത്തിന്റെയോ ശക്തിവിശേഷങ്ങളുടെയോ ഒക്കെ ഒരു പ്രകമ്പനം കൊള്ളത് അനുഭവിക്കാനാകും. അത് കഴിഞ്ഞ് പിന്നീട് വേറൊരു അറയുണ്ട്. അകത്തേക്ക് കയറിയാൽ മറ്റൊരു അറയുണ്ട്. അവിടെ മഹാകാളി, ഇന്ദ്രാണി എന്നിങ്ങനെ ദേവതമാരുള്ളതിനോടൊപ്പം ശയന പരാശക്തി, നമ്മൾ ഗയയിലാണ് ശയന പരാശക്തി അല്ലെങ്കിൽ കാണാം, ഇവിടെ ശയിക്കുന്ന പരാശക്തി രൂപം കാണാം. അതുപോലെ നിരവധി വിഗ്രഹങ്ങൾ ശിരസില്ലാതെ നിൽക്കുകയാണ്. ചണ്ഡീദേവിയുടെ ഈ സാന്നിധ്യം ശരിക്കും ഒരു പ്രത്യേകമായ ചൈതന്യത്തെ നമ്മളിലേക്ക് പകർന്നു തരും. ചണ്ഡാസുരനെ നിഗ്രഹിച്ച ആ ശൂലം ഇവിടെ ഇന്നും സൂക്ഷിക്കുന്ന ഭഗവതി അതേ ഭാവത്തിലാണ്, എല്ലാ തിന്മകളെയും നിഗ്രഹിക്കുന്ന ഭാവത്തിലാണ് ഈ ഒരു തിരുനടയിൽ നിലകൊള്ളുന്നതാണ്. തൊട്ടടുത്തായി നമുക്കൊരു ശിവക്ഷേത്രം കാണാം. ഇവിടെ ഈ ശിവക്ഷേത്രത്തിലാണ് ചണ്ഡമുണ്ടാസുരന്മാരിൽ ചണ്ഡാസുരൻ ഒരു ആരാലും വധിക്കപ്പെടുക, സ്ത്രീകളാൽ വേണമെങ്കിൽ മരണം വന്നോട്ടെ എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോഴാണ് ഭഗവതി വന്നതും ഭഗവതി ചണ്ഡാസുരനെ നിഗ്രഹിക്കുന്നതും. ഈ നിഗ്രഹിച്ച സമയത്ത് ആ ഉടല് കീറി പിളർന്നെടുക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് 3 ശിവലിംഗങ്ങൾ ഒന്നായി ചേർന്ന് ഒരു ശിവലിംഗം ഉണ്ടായി വന്നതാണ്. ഈ പ്രപഞ്ചത്തിൽ ജീവനുള്ള എല്ലാത്തിലും 3 ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ചണ്ഡാസുരനിൽ ഉണ്ടായിരുന്ന ആ 3 ശിവലിംഗങ്ങൾ പെട്ടെന്ന് ശക്തിഭാവത്തിൽ വരികയും ആ ശിവലിംഗങ്ങൾ ഭഗവതിയുടെ ചൈതന്യത്തോടു കൂടി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ചണ്ഡീശ്വരി ക്ഷേത്രത്തിലെ മഹാദേവനും പ്രാധാന്യമുണ്ട്. ചണ്ഡീശ്വരി ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്ന് ഈ ക്ഷേത്രത്തിന്റെ ഗർഭശ്രീകോവിലിന്റെ പുറം ചുമരുകളിൽ ഒന്നിൽ ആലേഖനം ചെയ്തിരിക്കുന്ന അതിമനോഹരമായ ഭൈരവ ചിത്രമാണ്. ഇതൊരു ചുവർ ചിത്രമാണ്, മനോഹരമാണ്, വളരെ വലിപ്പമുള്ള രൂപമാണ്. ഭൈരവ സ്വരൂപത്തെ പല കൈകളോട് കൂടിയിട്ടാണ് നമുക്ക് കാണുക. അഷ്ടഭുജ ഭൈരവൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്ന. 8 കൈകളുണ്ട്. ആ അഷ്ടഭുജ ഭൈരവ സ്വരൂപത്തെ നമ്മളിങ്ങനെ വ്യക്തമായി കാണുകയാണ് ഇവിടെ. അഷ്ടഭുജ ഭൈരവൻ നിൽക്കുന്നത് ഒരു അസുരന് മേലെയാണ്. ആ മുഖത്തിന് നേരെയും അതുപോലെ തന്നെ കാലിലുമായിട്ട് പാദങ്ങൾ വെച്ചിട്ടാണ് ഭൈരവൻ നിൽക്കുന്നത്. ഭൈരവന്റെ സദാ സാന്നിധ്യമാകുന്ന നായ്ക്കളുടെ ചിത്രവും ഇവിടെയുണ്ട്. അങ്ങനെ എല്ലാം ചേരുന്നുണ്ട്. അതുപോലെ ഗണപതി സാന്നിധ്യമുണ്ട്, സുബ്രഹ്മണ്യ സാന്നിധ്യമുണ്ട്. അങ്ങനെ ഭൈരവൻ ശൈവതത്വമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു വലിയ ചുവർ ചിത്രം ഇവിടുത്തെ ഒരു വലിയ ആകർഷണമാണ്. നേപ്പാളിൽ ഇത്രയും വലിപ്പമുള്ള ഭൈരവന്റെ ചുവർ ചിത്രം മറ്റൊന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. വർഷാവർഷം ഈ ചുവർ ചിത്രങ്ങളിൽ പുതിയ നിറം കൊടുക്കുന്നത് തന്നെ ഇവിടുത്തെ ഒരു വലിയ ആഘോഷമാണ്. ഓരോ വർഷവും പുതിയ നിറം കൊടുക്കണമെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചണ്ഡീശ്വരി ക്ഷേത്രത്തിലെ ഈ ഭൈരവൻ, ആ കണ്ണുകളൊക്കെ ശരിക്കും ചിത്രമാണ് എങ്കിലും കണ്ണുകളിൽ ശരിക്കും നമുക്ക് വെള്ളി ചാർത്തി നമ്മളുടെ ആ ഒരു തെയ്യ രൂപങ്ങളിലൊക്കെ കണ്ണ് വെക്കില്ലേ, അതുപോലെ തന്നെ കണ്ണും തൃക്കണ്ണും ചാർത്തിയിട്ടുണ്ട് ഭൈരവന്. ഒരു പ്രത്യേകമായ ശക്തിയുണ്ട്. ഇതൊരു വെറും ചിത്രമല്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഒരുപാട് പേര് ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. ഇവിടെ ഒന്ന് ഏറെ താഴെ 3 വായുവറകളിലായിട്ട് അകത്തെ ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ നമുക്ക് ചെറുതായി കാണുകയും ചെയ്യാം. ഏതായാലും ഭൈരവന്റെ ഈ ചിത്രത്തിന് മുന്നിൽ വന്ന് നിരവധി പേർ പ്രാർത്ഥിക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടു. ഭൈരവൻ തീർച്ചയായും ശക്തി സ്വരൂപത്തിൽ തന്നെയാണ് ചുവർ ചിത്രമായി നിലകൊള്ളുന്നതെന്ന് മനസ്സിലാക്കാം.
ഭഗവതി സാന്നിധ്യം ഇങ്ങനെ ഉള്ളുണർന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ കാഴ്ചകളെല്ലാം ഒരു വനത്തിൻ്റെ സ്വഭാവം, ഒഴുകുന്നൊരു പുഴ, അവിടെയും ജലശായി വിഷ്ണുവിൻ്റെ സാന്നിധ്യം, ജലശായി വിഷ്ണു മറ്റൊരു രൂപത്തിൽ. ജലശായി വിഷ്ണു സാന്നിധ്യം എന്തുകൊണ്ടാണ് നയപാല രാജ്യത്തിൽ ഇത്ര പ്രാധാന്യം വരുന്നതെന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം പ്രത്യേകതകളോട് നിന്നുകൊണ്ട് ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് പിന്നെ ഒരിക്കലും മായാത്ത രീതിയിൽ ആ ഭൈരവ സ്വരൂപത്തെ അറിഞ്ഞ് ആ ചിത്രം വീണ്ടും വീണ്ടും മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആ ചിത്രം നൽകുന്ന ഉണർവുകളെയൊക്കെ അറിഞ്ഞുകൊണ്ട് മടക്കയാത്ര ദുലിക്കയിലെ ഹിമാലയ ദൃശ്യ എന്നുള്ള റിസോർട്ടിലേക്ക് ഞങ്ങൾ മടങ്ങി വന്നു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ കൈലാസത്തിലേക്ക് പുറപ്പെടണം എന്നുള്ള വിശേഷമായ സാന്നിധ്യത്തോടുകൂടി, ഒരു ധൈര്യത്തോടുകൂടി ഈ അനുഗ്രഹങ്ങളെല്ലാം ഏറ്റുവാങ്ങി. അപ്പോൾ ഇത്രയും ദിവസം ഞങ്ങളെ ആ നയപാല രാജ്യത്തും കാഠ്മണ്ഡുവിലും ദുലിക്കയിലുമായി നിർത്തിയത് ഇത്ര വിശേഷമായ തയ്യാറെടുപ്പുകൾക്കാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വജ്രവാരാഹിയുടെ ശ്വേതഭൈരവൻ്റെ, അതുപോലെ ചണ്ഡേശ്വരിയുടെ ചണ്ഡികേശ്വരിയുടെ, പശുപതിനാഥൻ്റെ, നാഥൻ്റെ, അതുപോലെ തന്നെ ഗോസായി സ്ഥാനത്തെ മൂർത്തിയുടെ ദിവ്യമായ ഗുരു സാന്നിധ്യങ്ങളുടെ ഒക്കെ നിരവധിയായ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി ഉണർന്ന മനസ്സോടുകൂടിയായിരുന്നു കൈലാസയാത്ര. കൈലാസവും വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട്. വളരെ എന്താ പറയാത്തൊരു അനുഭൂതി നമുക്കുണ്ടായി. ഓം നമഃ ശിവായ. ഈ കൈലാസം നേരെ മുന്നിൽ തെളിഞ്ഞു നിന്നിങ്ങനെ തൊഴുമ്പോൾ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും എല്ലാവരുടെയും ഒരു അനുഗ്രഹം, ഈ ജന്മപുണ്യം, അത് മാത്രമേ പറയാനുള്ളൂ. ഓം നമഃ ശിവായ. Mochita's Moksha, Journey to the Self.